ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം തൊട്ടേ ബി.ജെ.പിക്കുള്ളിൽ പല ഭിന്നതകൾ ഉടലെടുത്തിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയത് അടുത്ത പ്രധാനമന്ത്രി ആരാകുമെന്നുള്ള കെജ്രിവാളിന്റെ ചോദ്യത്തിനായിരുന്നു. രണ്ട് ബി.ജെ.പിയുടെ തലവന്മാർക്ക് ഏറ്റവും കൂടുതൽ ക്ഷീണമുണ്ടാക്കുന്ന ചോദ്യം കൂടിയായിരുന്നു. ആരൊക്കെയാണ് ആ രണ്ട് തലവന്മാർ? ഒന്ന് അമിത്ഷായും രണ്ട് യോഗി ആദിത്യനാഥ്. പ്രധാനമന്ത്രി മോദിയുടെ ഇടവും വലവും അങ്ങനെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കാം. അതിനുശേഷം അവർ തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയ കോട്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഇപ്പോഴിതാ അമിത്ഷായ്ക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് യോഗി ആദിത്യനാഥ്. അമിത ആത്മവിശ്വാസമാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് തിരിച്ചടിയായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തെത്തുന്നത്. ലക്നൌവിലെ റാം മനോഹർ ലോഹ്യ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലെ ഭീംറാവു അംബേദ്കർ ഓഡിറ്റോറിയത്തിൽ നടന്ന ബി.ജെ.പി സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അപ്പോഴാണ് അമിത്ഷായ്ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഈ കാര്യം പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ആദ്യത്തെ യോഗം കൂടിയായിരുന്നു അത്. അമിത ആത്മവിശ്വാസം സംസ്ഥാനത്ത് ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ പ്രതീക്ഷകളെ വ്രണപ്പെടുത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ആഗ്രഹിച്ച വിജയം നേടുന്നതിൽ നിന്ന് തടഞ്ഞെന്നും യോഗി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പ്രതിപക്ഷത്തിന്മേൽ നിരന്തരമായ സമ്മർദ്ദം നിലനിർത്തുകയും 2014-19 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും 2017-2022 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ആഗ്രഹിച്ച വിജയം നേടുകയും ചെയ്തു. മുൻ തെരഞ്ഞെടുപ്പുകളിലേതിന് സമാനമായ വോട്ട് 2024 ബി.ജെ.പിക്ക് നേടാനായി എന്നും അദ്ദേഹം പറഞ്ഞു. എന്നിരുന്നാലും വോട്ടുകളുടെ വ്യതിയാനവും അമിത ആത്മവിശ്വാസവുമാണ് ഇത്തവണത്തെ പ്രതീക്ഷകളെ വ്രണപ്പെടുത്തിയത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾക്കായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുവാനും മുഖ്യമന്ത്രി എം.പിമാരോടും എം.എൽ.എമാരോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിലാണ് അമിത്ഷായ്ക്കെതിരെ ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം തൊട്ട് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ, അതിൽ ഏറ്റവും കൂടുതൽ ഊന്നി പറയേണ്ടത് അരവിന്ദ് കെജ്രിവാളിനാണ്. അദ്ദേഹമായിരുന്നു മോദിയുടെ വിരമിക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്താവന നടത്തിയതും അത് ബി.ജെ.പി കളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിരുന്നതും. ആ ഒരു ചർച്ചാ സമയം തൊട്ട് തന്നെ യോഗിയും അമിത്ഷായും തമ്മിലുള്ള ആ ഒരു അസ്വാരസ്യങ്ങൾ തുടർന്നിരുന്നു. ഇനി അടുത്ത പ്രധാനമന്ത്രി ആരാകണമെന്ന് ഉറ്റുനോക്കുമ്പോഴാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. പാർട്ടി നേതാക്കളോടും പ്രവർത്തകരോടും സോഷ്യൽ മീഡിയയിൽ സജീവമാകാനും കിംവദന്തികൾക്ക് ഉടനടി തള്ളിക്കളയണമെന്നൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാനത്തെ പ്രവർത്തക സമിതി യോഗത്തിൽ ബി.ജെ.പി അധ്യക്ഷൻ ജെ.പി നഡ്ഡയും പങ്കെടുത്തിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി.ജെ.പിക്ക് 33 സീറ്റ് മാത്രമാണ് നേടാനായത്. 2019 നോക്കുകയാണെങ്കിൽ 62 സീറ്റുകൾ നേടിയിരുന്ന സംസ്ഥാനത്തായിരുന്നു ബി.ജെ.പിക്ക് അപ്രതീക്ഷിത തിരിച്ചടി ഇത്തവണ നേരിടേണ്ടി വന്നത്. എന്നാൽ മോദിയെ ഇത്തവണ അല്ലെങ്കിൽ ഇന്നത്തെ ഈ നിലയിലെത്തിച്ചതിന് പിന്നിലെ തന്ത്രജ്ഞൻ എന്ന് പറയുന്നത് അമിത്ഷാ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പാർട്ടിയിലും സംസ്ഥാന കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളിലുമെല്ലാം പ്രധാന പദവികളിൽ അമിത്ഷായുടെ വിശ്വസ്തരാണ്, അല്ലെങ്കിൽ അമിത്ഷാ ഭയങ്കര അധികം പങ്കാളിത്തം വഹിക്കുന്ന ഒരാളാണ്. ആ അർത്ഥത്തിൽ പാർട്ടിയും ഭരണവും കൈപ്പിടിയിൽ നിർത്താൻ യോഗ്യൻ അദ്ദേഹമാണെന്നാണ് ഒരു ഭാഗം ബി.ജെ.പി പറയുന്നത്. ബഹുജന പിന്തുണയാണ് യോഗിയുടെ കൈമുതൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഇരുവരും തമ്മിൽ നല്ല സൗഹൃദത്തിലല്ല. ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഗിയും അമിത്ഷായും. അതുകൊണ്ട് തന്നെ അവിടെ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. മോദിയെയും യോഗിയെയും ആരാധിക്കുന്നത് പോലെ തന്നെ ഒരു പേഴ്സണാലിറ്റി കൾട്ടല്ല അമിത്ഷായുടേത് എന്നാണ് ഈ കെജ്രിവാളൊക്കെ പറഞ്ഞത്. രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്നൊക്കെ അദ്ദേഹത്തെ പുകഴ്ത്തുകയും അല്ലെങ്കിൽ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും അവിടെ ഏറ്റവും കൂടുതൽ ഈ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അടുത്ത പ്രധാനമന്ത്രി ആരാണെന്നുള്ള ഒരു ചർച്ചയാണ്. ആ ഒരു കാര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതിന് ഉള്ള തെളിവാണ് അമിത്ഷായ്ക്കെതിരെ ഇപ്പോൾ യോഗി നടത്തിയിരിക്കുന്ന ഈ ഒരു പ്രസ്താവന.